إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب ولا تحسبن الله يغفل ساعة ولا أن ما تخفيه عنه يغيب له نال عمر الله حتى تتابعت ذنوب على آثارهن ذنوب. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരാൾ കടന്നു വന്ന് ചോദ്യം ചോദിക്കുന്നു, നബിയോട് ചോദിക്കുന്ന ചോദ്യം ദുല്ലനി അലാ അമൽ, നബിയേ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരൂ റസൂലേ. ഇദാ അമിൽതുഹു അഹബ്ബനില്ലാഹ് വ അഹബ്ബനിന്നാസ്, ഞാനത് ചെയ്താൽ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം, അല്ലാഹു എന്നെ ഇഷ്ടപ്പെടണം. അങ്ങനത്തെ വല്ല ജോലിയുമുണ്ടോ, വല്ല കർമ്മങ്ങളുമുണ്ടോ നബിയേ? മാഷാ അല്ലാഹ്, എന്തൊരു നല്ല ചോദ്യല്ലേ. ഒറ്റ കാര്യം പറഞ്ഞൊരു നബിയെ, ഞാനത് ചെയ്താൽ അല്ലാഹു എന്നെ ഇഷ്ടപ്പെടണം, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഹബീബ് സംവദിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് നോക്കി സ്നേഹത്തോടെ ഹബീബ് സാരോപദേശം നൽകുകയാണ്. ഇസ്ഹദ് ഫിദ് ദുനിയാ യുഹിബ്ബുകല്ലാഹ്, ഈ ലോകത്തെ പൈസകളിലേക്ക്, ഈ ലോകത്തെ ആഡംബരങ്ങളിലേക്ക് നീ കണ്ണെത്തി നോക്കല്ലേ, ഇവിടെ ജീവിക്കാൻ കൊതിയൂറി നടക്കല്ലേ, ഈ ലോകത്തോട് നീ കെട്ടിപ്പിടിച്ച് ജീവിക്കല്ലേ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ള പൈസയിലേക്ക് നീ നോക്കണ്ട, ജനങ്ങൾ നിന്നെ സഹായിക്കണമെന്ന് നീ വിചാരിക്കണ്ട, ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിനക്ക് വല്ലതും കിട്ടണമെന്ന് കൊതിക്കുകയും ചെയ്യണ്ട. എന്നാൽ യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. അവരിന്ന് വല്ലതും കിട്ടാൻ വേണ്ടിയാണ് നിന്റെ സൗഹൃദം, അവരിന്ന് വല്ലതും കൈപ്പറ്റാനാണ് നിന്റെ സൗഹൃദ ബന്ധങ്ങളെങ്കിൽ ജനങ്ങൾ നിന്നെ വെറുക്കും. ഇവൻ നടക്കുന്നത് പൈസ കിട്ടാൻ അല്ലെ. ഗൾഫുകാർക്കൊക്കെ പ്രത്യേകിച്ച് അനുഭവം ഉണ്ടാവും. ഗൾഫിൽ നിന്ന് വന്ന എത്രയാ ചങ്ങാതിമാര്, പോകാനാവുമ്പോൾ ഒരൊറ്റ കുട്ടി കൂടെ ഉണ്ടാവില്ല. അവൻ്റെ പൈസ ഒക്കെ തീർന്നവർക്ക് മനസ്സിലാവും, ഇനി കൂടെ എന്നാലേ അങ്ങോട്ട് കാഴ്ച വയ്ക്കും, അതുകൊണ്ട് വല്ല മുങ്ങ നല്ലത്. സുബ്ഹാനല്ലാഹ്, വരുന്ന സമയത്ത് പോവാൻ നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാം. ജനങ്ങളുടെ കയ്യിലുള്ള സാധനം വേണം, അവരുടെ കയ്യിൽ നിന്ന് വല്ലതും എനിക്ക് കിട്ടണം എന്ന് കൊതിക്കല്ലേ. ഉമ്മമാരെ, സഹോദരിമാരെ, ദാരിദ്ര്യം അള്ളാഹു നൽകുന്ന പരീക്ഷണം. എന്നാൽ മറ്റുള്ളവരുടെ കീശയിലേക്ക് നോക്കല്ലേ. അള്ളാഹു മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് അസൂയപ്പെടല്ലേ. അവരെനിക്കെന്താ തരാത്തത്, അവരെന്താ എന്നെ നോക്കാത്തത്, അവരെന്താ എനിക്കൊന്നും കൊണ്ടുതരാത്തത്, ഇത് ചിന്തിക്കാതിരുന്നാൽ ജനങ്ങളുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കുകയും നിങ്ങൾക്ക് കൊണ്ടുതരാൻ അവരെ അള്ളാഹു ഏർപ്പാട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ ഈ ലോകത്തോടുള്ള കെട്ടിപ്പിടുത്തം നിങ്ങൾ അവസാനിപ്പിച്ചാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. ജനങ്ങളുടെ കയ്യിലുള്ള കാശിലേക്ക് നിങ്ങൾ നോക്കല്ലേ, അത് കിട്ടണമെന്ന് കൊതിക്കല്ലേ, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുമാ നേതൃപാടവമുള്ള സ്വഹാബിയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. നബി തങ്ങളുടെ സ്വഹാബികളിൽ ലീഡർഷിപ്പ് ഉള്ളവരുണ്ട്, നേതാക്കന്മാരുണ്ട്. നബി തങ്ങൾ അവർക്ക് ചില ജോലികൾ അസൈൻ ചെയ്തു കൊടുക്കും, അവർക്ക് ചില ഡ്യൂട്ടികൾ കൊടുക്കും. നബി തങ്ങൾ അത് ഭംഗിയായി ചെയ്യും. മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു സമുറ അൽ അബസി അൽ ഖുറശി അശ്ശഹീർ, പ്രഗൽഭനായ പ്രശസ്തനായ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു ബനു അബസ് ഗോത്രക്കാരനാണ്, ഖുറൈശിയാണ്. നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ റസൂലിനറിയാം അബ്ദുറഹ്മാൻ ഇബ്നു സമുറ അധികാരം ഇഷ്ടപ്പെടുന്ന ആളാണ്. സെക്രട്ടറി ആവണം, അതിന്റെ ഖജാൻജി ആവണം, അതിന്റെ വൈസ് പ്രസിഡന്റ് ആവണം, പ്രസിഡന്റ് ആവണം, സെക്രട്ടറി ആവണം. ഈ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളുകളെ അല്ലാഹുവിന്റെ റസൂലിനെ നോക്കിയാൽ മനസ്സിലാവും അബ്ദുറഹ്മാൻ ഇബ്നു സമുറയുടെ മനസ്സിൽ നേതൃത്വം വേണമെന്ന കൊതിയുണ്ടെന്ന് നബി തങ്ങൾക്കറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിക്കുകയാണ്, സംഘടനകൾ വേർപിരിയുന്നത് ഈ നേതൃത്വത്തിന്റെ ഹുബ്ബോടുകൂടിയാണ്. വിഘടനങ്ങൾ ഉണ്ടായത്, ബഹുമാനപ്പെട്ട സമസ്തയെ പോലും പിളർത്തിയത് അധികാരത്തിന്റെ കൊതിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അധികാരത്തിന്റെ കൊതിയാണ്. എന്തെല്ലാം പറഞ്ഞ് ന്യായീകരിച്ചാൽ തന്നെയും അധികാരത്തിൽ ഇരിക്കാനുള്ള കൊതി കൊണ്ടാണ്
ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ വിള്ളലുണ്ടായത്. അള്ളാഹു അതിന് പരിഹാരം നൽകട്ടെ, അള്ളാഹു ഉമ്മത്തിനെ ഒന്നിപ്പിക്കട്ടെ എന്ന് വേദനയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ദുആ ചെയ്യുകയാണ്. യാ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ ലാ തസ്അലിൽ ഇമാറ, അധികാരം നീ ചോദിച്ചു വാങ്ങരുതേ. മുത്തനബി തങ്ങളുടെ ഉപദേശമാണ്, അധികാരം ചോദിച്ചു വാങ്ങരുത്. എനിക്ക് ആളാവണമെന്ന് ചിന്തിക്കരുത്, എനിക്കിന്ന സ്ഥാനം വേണമെന്ന് പറയരുത്. ഞാൻ തന്നെയാണ് ആജീവനാന്ത പ്രസിഡന്റ് എന്ന ചെയർമാൻ എന്ന് നീ പറയല്ല. നിങ്ങൾ പറയരുത് അധികാരം ചോദിച്ചു വാങ്ങരുത്. നിങ്ങളെങ്ങാനും അത് പിടിച്ചു പറിച്ചു വാങ്ങുകയാണ്. പള്ളികളുടെ അധികാരത്തിന് വേണ്ടി മഹല്ലുകളിൽ സ്നേഹത്തോടെ സമാധാനത്തോടെ നടന്നു പോകുന്ന മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കമ്മിറ്റി മാറണം എന്ന് പറയുമ്പോൾ എന്ത് ന്യായം കൊണ്ട്, എന്ത് ന്യായത്തിന്? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ കടന്നു പോകുന്ന മഹല്ലുകളിൽ വിഘടനങ്ങൾ ഉണ്ടാകുന്നില്ലേ? വേദന കൊണ്ട് പറയുകയാണ്. ഭ്രാന്ത് പിടിച്ചു നടക്കുന്ന ആളുകളുടെ തലയിലേക്ക് ഒരൽപ്പം അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പേടി വേണമെന്ന് ഓർമ്മിപ്പിക്കാൻ പറയുകയാണ്. അധികാരത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഭരിക്കണം, ഇത് ഞങ്ങളുടെ അണ്ടറിലാണെന്ന് വരണം. എന്തിന്? ഏത് റെക്കോർഡാണ് റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്? നാട് മുഴുവനും കുട്ടിച്ചോറാക്കിയിട്ട് മനുഷ്യന്മാർ പരസ്പരം മിണ്ടി നടന്നിരുന്ന, സലാം പറഞ്ഞിരുന്ന ആളുകളെ കാണുമ്പോൾ മുഖം തിരിച്ചിട്ട് സലാം പറഞ്ഞാൽ മടക്കാതെ ഞങ്ങളല്ലാത്ത മുഴുവൻ ആളുകളും നരകത്തിലേക്കാണെന്ന ഭാവേന എന്ത് അഹങ്കാരമാണിത്, എന്ത് ധിക്കാരമാണിത്? ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? ഇതാണോ മുത്ത് റസൂലിന്റെ മാതൃക? ഇങ്ങനെയാണോ നമ്മൾ ആവേണ്ടത്? എന്നിട്ട് അധികാരം പിടിച്ചെടുത്തിട്ട് പ്രശ്നങ്ങളായി പള്ളികളിൽ ജുമുഅ നിസ്കരിക്കാൻ പോലീസുകാരെ കാവൽ നിർത്തേണ്ട ഗതികേട് ഈ ഉമ്മത്തിന് വരുത്തിവെച്ച മുഴുവൻ ആളുകളും റബ്ബിന്റെ കോടതിയിലേക്ക് തയ്യാറായി നിന്നോ? നിന്നെയൊക്കെ റബ്ബിന്റെ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി വിസ്തരിക്കുമ്പോൾ ഏത് സംഘടനയുടെ പേരിന് വേണ്ടിയാണ് നീ ഇത് ചെയ്തതെന്ന് നിന്നോട് ചോദിക്കുമ്പോൾ ഇത് അല്ലാഹുവിന് വേണ്ടിയായിരുന്നോ? പള്ളിയിൽ നടക്കേണ്ട സുജൂദിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയായിരുന്നോ? പള്ളി മെഹ്റാബുകളിൽ റബ്ബിന്റെ നാമം ഉയർത്തപ്പെടാൻ വേണ്ടിയായിരുന്നോ നീ ശബ്ദിച്ചത്, ഒച്ച വെച്ചത്, ബഹളമുണ്ടാക്കിയത്? അതല്ല, അവിടെ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായി, കത്തിക്കുത്തുകളുണ്ടായി. മിഹ്റാബിലേക്ക് കയറി നിൽക്കുന്ന, മിമ്പറിലേക്ക് കയറി നിൽക്കുന്ന ഇമാമുമാരെ പിടിച്ച് താഴെ ഇറക്കി തല്ലിച്ചതച്ചിട്ട് എന്ത് 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 അഹ്ലുസുന്ന വൽ ജമാഅ? ഇത് സുന്നത്തോ ജമാഅത്തോ, ഇത് കുഫ്രിയത്തോ ശൈത്താനിയത്തോ? അതുകൊണ്ട് മുഅ്മിനെ, അധികാരം അല്ലാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ നൽകുന്ന റബ്ബിന്റെ ടൂളാണ്. മനസ്സിലാക്കുക. പിശാച് തലയിൽ കയറിയിട്ട് ലാ തസ്അലിൽ ഇമാറ, അധികാരത്തിന് വേണ്ടി നിങ്ങളാരും ഇറങ്ങി പുറപ്പെടല്ലേ. അതെങ്ങാനും നിങ്ങൾ ചോദിച്ചു വാങ്ങിയാൽ അല്ലാഹു നിങ്ങളുടെ തലയിലേക്ക് ഇട്ടു നൽകുകയും അത് നിങ്ങൾക്ക് ഭാരമാവുകയും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം തകർന്നു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ താക്കീത് ചെയ്തത് മനുഷ്യർ മനസ്സിലാക്കണം, സത്യവിശ്വാസികൾ മനസ്സിലാക്കണം. പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ തലയിലേക്ക് വിഷം വെച്ചു കൊടുത്തിട്ട്, പാവപ്പെട്ട സത്യവിശ്വാസികളുടെ തലയിലേക്ക് വിഷം വെച്ചു കൊടുത്തിട്ട് ഞങ്ങളല്ലാത്ത മുഴുവൻ ആളുകളും നരകത്തിലേക്കാണെന്നും ഞങ്ങളല്ലാത്ത മുഴുവൻ ആളുകളും പിഴച്ചവരാണെന്നും ഗീർവാണം മുടക്കുന്ന ആളുകൾ ആരാണിത് പറയാൻ നിങ്ങൾക്ക് അധികാരം നൽകിയത്? ഇതാണോ ഒരു സമുദായത്തോട് പറയേണ്ടത്? ഇതാണോ നിങ്ങളുടെ മുത്തഅല്ലിമീങ്ങളോട് പറയേണ്ടത്? ഇതാണോ മദ്രസയിലെ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുമക്കളോട് പറയേണ്ടത്? സലാം പറയാതിരിക്കാനും നിസ്കരിക്കുന്ന ജമാഅത്ത് നടക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്ന് പറഞ്ഞ് മുകളിലേക്ക് ജമാഅത്തിന് വേറെ ഓടുന്നു. നാട്ടിൽ ജമാഅത്ത് നടക്കുമ്പോൾ, ജുമുഅ നടക്കുമ്പോൾ ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്നു. എവിടുന്നാണ് ഇതൊക്കെ കിട്ടിയത്? എവിടുന്ന് കിട്ടിയ സംസ്കാരമാണിതൊക്കെ? ഇങ്ങനെ പോയാൽ ശത്രുക്കൾ നമ്മളെ കഷ്ണം കഷ്ണമാക്കി, തുണ്ടം തുണ്ടമാക്കി അരിഞ്ഞെടുക്കുമ്പോ അവർക്ക് അവസരം സൃഷ്ടിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? അതുകൊണ്ട് സത്യവിശ്വാസികളെ, അധികാരത്തിന് വേണ്ടിയുള്ള ഈ പിടിച്ചുപറികൾ, അധികാരത്തിന് വേണ്ടിയുള്ള ഈ വളരെ മലിനമായ, മലീമസമായ, നിർലജ്ജം നിങ്ങൾ കാണിക്കുന്ന ഈ മോശമായ പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും, ഏത് സംഘടനകൾ ചെയ്താലും അപലപനീയമാണ്, മോശമാണ്, പാടില്ലാത്തതാണ്. ഇത് അള്ളാഹുവിന്റെ ദീൻ പറയുന്ന ഒരു മിമ്പറായതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് പറയൽ എന്റെ ബാധ്യതയാണ്, ഇത് പറയൽ എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ, വേദനയോടെ ഇനി ഒരിക്കലും ഒരു പള്ളിക്ക് മുമ്പിൽ ഒരു പള്ളി വരാതിരിക്കാൻ, ഒരു ജുമുഅ നടക്കുന്ന നാട്ടിൽ മറ്റൊരു ജുമുഅ തൊട്ടു മുമ്പിൽ വരാതിരിക്കാൻ, നമ്മുടെ മക്കൾ സ്നേഹത്തോടെ തോളിൽ കൈപിടിച്ചു പോയിരുന്ന മദ്രസകളിൽ
സ്നേഹം കളിയാടിയിരുന്ന നമ്മുടെ മദ്രസംഗണങ്ങളിൽ കൊച്ചുമക്കൾ നീ ആ പാർട്ടിക്കാരൻ, നീ ഈ പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞ് പരസ്പരം മിണ്ടാതെ കൊച്ചുനാളിൽ കൊച്ചുമക്കളുടെ മനസ്സിൽ ശത്രുത കുത്തിവെക്കുന്ന കാപാലികന്മാർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊള്ളട്ടെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊള്ളട്ടെ. എന്തുകൊണ്ടാണ് ഈ കളിക്കുന്നത്? ദീന് കൊണ്ടോ, ശറഅ് പറഞ്ഞിട്ടോ, ദീന് പറഞ്ഞിട്ടോ, സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടോ ശത്രുത ഉണ്ടാക്കാൻ പാടുള്ളതോ? മുഅ്മിനെ, നമ്മൾ ശത്രുക്കളായി ജീവിക്കേണ്ടവരാണോ? നമ്മൾ മുത്തഖീങ്ങളായി ഒരു കുടക്കീഴിൽ, അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്ന കുടക്കീഴിൽ ആലിമീങ്ങളുടെ ഉത്തരവാദിത്വം അവരുടെ കീഴിൽ, അവരുടെ നിർദ്ദേശത്തിന് കീഴിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന മഹിതമായ മാതൃകയിൽ ജീവിച്ചു പോകേണ്ട നമ്മൾ ഇങ്ങനെ തമ്മിലടിക്കല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. പിശാചാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിശാചിനെ തലയിൽ കയറാൻ വിടല്ലേ. ലാ തസ്അലിൽ ഇമാറ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ, നിങ്ങൾ അധികാരത്തിന് വേണ്ടി പടപൊരുതല്ല, നിങ്ങൾ അധികാരം ചോദിച്ചു വാങ്ങല്ല, ഞങ്ങൾക്ക് അധികാരം വേണമെന്ന് പറയല്ല. ഫഇന്നക ഇൻ ഉതൈതഹാ അൻ മസ്അലത്തിൻ, നിങ്ങളത് ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ ഉഖിൽത ഇലാ നഫ്സിക, അത് നിനക്ക് ഭാരമാണ്, അത് നിനക്ക് ശാപമാണ്. എന്നാൽ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കെ ആ കഴിവ് ജനങ്ങൾ മനസ്സിലാക്കുകയും അള്ളാഹുയുടെ മനസ്സിലേക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് അധികാരം നിങ്ങളെ തേടി വരികയാണെങ്കിൽ അതിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ആ സ്വഹാബി ഒരിക്കലും നേതൃത്വത്തിന് വേണ്ടി പോയില്ല, നേതൃത്വത്തിന്റെ പിന്നാലെ ഓടിയില്ല. എന്നിട്ടും നേതൃത്വം അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നു. എന്തുകൊണ്ട് അവരതിന്റെ പിന്നാലെ പോയില്ല? അന്നേരം അത് അവരെ തേടിയെത്തി. സജിസ്ഥാൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു സമുറയുടെ കാലത്താണ് റളിയല്ലാഹു അൻഹു. കാബൂൾ, ഫലസ്തീനിന്റെ കാബൂൾ ഇസ്ലാമിലേക്ക്, നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ കാബൂൾ ഇസ്ലാമിലേക്ക് വരുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ്. മാഷാ അല്ലാഹ്, ഹബീബ് കൊടുത്തൊരു സാരോപദേശം ഓരോരുത്തരുടെയും അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട്. ഒരു മനുഷ്യനും ഒരിക്കലും ഈഗോ ഡ്രിവൻ, തന്റെ അഹങ്കാരം, തന്റെ ചിന്തകൾ, തന്റെ ആശയം അതവിടെ സമർത്ഥിക്കണം എന്ന് പറഞ്ഞു ചെയ്യുന്ന ദുരഭിമാനത്തിൽ നിന്ന് ജനിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അവസാനമായി മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഒരു സാരോപദേശം, ഹബീബിനോട് വന്ന ചോദ്യം, അവസാനമായി സദസ് അവസാനിപ്പിക്കുമ്പോൾ ഒരു സ്വഹാബി ചോദിക്കുന്ന ചോദ്യം നമുക്ക് പഠിക്കാം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ നജാ, എന്താണ് നബിയേ രക്ഷ? എവിടെയാണ് നബിയേ രക്ഷ? എവിടെയാണ് നബിയേ രക്ഷ? നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. എവിടെയാണ് രക്ഷപ്പെടുന്നത്? ഏത് സംഘത്തിലാണ് കൂടേണ്ടത്? എവിടെ പോയാണ് രക്ഷ കിട്ടുക എന്ന ചോദ്യം മുത്തുനബി തങ്ങൾ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുഫ്ഫ അലൈക ലിസാനക, കുഫ്ഫ അലൈക ലിസാനക, നാവ് സൂക്ഷിക്കണേ, നാവ് കൊണ്ട് അരുതാത്തത് പറയല്ലേ, നാവ് കൊണ്ട് ഗീബത്ത് നമീമത്ത് പറയല്ലേ, നാവ് കൊണ്ട് ഫിത്നയും ഫസാദും പറയല്ലേ, നാവ് കൊണ്ട് ജനങ്ങളുടെ മനസ്സിനെ വേർതിരിക്കുകയും മനസ്സിനെ മുറിവുണ്ടാക്കുകയും ചെയ്യുന്ന വർത്തമാനം പറയല്ലേ. കുഫ്ഫ അലൈക ലിസാനക, നാവ് നിങ്ങൾ സൂക്ഷിക്കണേ. വൽയസഅക ബൈതുക, നിന്റെ വീട് മതി നിനക്ക്, പുറത്തിറങ്ങണ്ട. നാട്ടിൽ പ്രശ്നമാണെങ്കിൽ, നാട്ടിലെ അങ്ങാടികളിൽ ഗീബത്തും നമീമത്തുമാണെങ്കിൽ നീ നിന്റെ വീട്ടിലിരുന്നോ. വബികി അലാ ഖതീഅതിക, നിന്റെ ക്യാമറ പിടിച്ച്, നിന്റെ റെക്കോർഡർ പിടിച്ച് ലോകത്തെ മുഴുവൻ ആളുകളുടെയും തെറ്റെന്താണ്, അവരുടെ കുഴപ്പമെന്താണ്, അവർക്ക് എവിടെയാ മിസ്റ്റേക്ക് പറ്റിയത് എന്ന് മണിക്കൂറുകളോളം ഇരുന്ന് ഗവേഷണം ചെയ്ത് ക്ലിപ്പുണ്ടാക്കാൻ നടക്കുന്ന നേരം ഓർത്തോ. വബികി അലാ ഖതീഅതിക, നീ ചെയ്ത തെറ്റുകൾ ഓർത്ത് നീ കരഞ്ഞോ. അതാണ് നിനക്ക് ഉത്തമം. നിന്റെ തെറ്റോർത്ത് നീ കരയെ. ജനങ്ങളുടെ തെറ്റ് ഓർത്ത് നടക്കാൻ നിന്നെ അള്ളാഹു ഏൽപ്പിച്ചില്ലല്ലോ. അവരും അള്ളാഹും തമ്മിലുള്ള പ്രശ്നമാണ്. നീ നിന്റെ തെറ്റുകളെ ഓർത്ത് കരഞ്ഞോ. വീടിന്റെ പുറത്തിറങ്ങിയാൽ അപകടമാണെങ്കിൽ വീട്ടിലിരുന്നോ. കുഫ്ഫ അലൈക ലിസാനക, നാവ് സൂക്ഷിച്ചോ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് മറുപടി കൊടുത്തത്. മൻ നജാതു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയെ വിജയം? എവിടെയാണ് നബിയെ വിജയം? എങ്ങനെയാണ് നബിയെ രക്ഷപ്പെടുക? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അഫഹസിബുതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ്
ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ സിറാത്ത് കടക്കാൻ നമ്മളെ സഹായിച്ച വാക്കുകളാണിത്. നാളത്തെ ഖബർ അദാബിന്റെ വീടാവാതിരിക്കാൻ നമ്മളെ സഹായിക്കാൻ പറഞ്ഞു തന്ന വാക്കുകളാണിത്. നാളത്തെ മഹ്ശറായിലേക്കുള്ള യാത്ര, നാളെ മഹ്ശറായിൽ ഹിസാബിനെ വിചാരിച്ച് കാത്തിരുന്നു നിൽക്കുന്ന ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50000 വർഷങ്ങളുടെ ദൈർഘ്യം വരുന്ന മഹ്ശറായിലെ ഒരു ദിവസം എങ്ങനെ നമുക്ക് നിൽക്കാൻ കഴിയും? ഹിസാബിനെ കാത്തിരിക്കാൻ കഴിയും? അല്ലാഹുവിന്റെ ഹിസാബിനെ കാത്തിരിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവാൻ വിധങ്ങൾ പറഞ്ഞു തന്ന മറുപടിയാണിത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉപദേശം നമ്മൾ മുറുകെ പിടിക്കുക. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ഔസ്വിനി, എനിക്ക് വസിയത്ത് തരൂ നബിയേ, കൊണ്ടുപോകാൻ ഒരു ഉപദേശം തരൂ നബിയേ, ജീവിതത്തിലേക്ക് കൊണ്ടു നടക്കാൻ വല്ലതും പഠിപ്പിച്ചു തരൂ നബിയേ എന്ന് ചോദിച്ചപ്പോ അലൈക ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ ചെയ്യണം എന്ന് ഹബീബിന്റെ മറുപടി. എങ്ങനത്തെ നന്മ? ഒരു ഉപദേശം, ഒരു ഉദാഹരണം തങ്ങൾ പറയുന്നു. വലൗ അൻ തബ്സുത വജ്ഹക ലിഅഖീക, നിന്റെ കൂട്ടുകാരനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മനുഷ്യനോട് നീയൊന്ന് മുഖപ്രസന്നതയോടുകൂടെ നോക്കലാണെങ്കിലും അത്രയെങ്കിലും നിനക്ക് ചെയ്തൂടെ എന്ന് പറഞ്ഞപ്പോ അതും ഞങ്ങൾ ചെയ്യൂല എന്ന പ്രയോഗം. മനുഷ്യനെ കാണുമ്പോൾ മുഖം കറുപ്പിക്കുന്നത്, സലാം പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ അഖീദയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ സലാം പറയുമ്പോൾ സലാം മടക്കാതെ പച്ചയായി ചുണ്ടനക്കാതെ അഹങ്കാരികളായി നടക്കുന്ന തലപ്പാവ് കെട്ടിയ ആളുകൾ പോലും മനസ്സിലാക്കണം, ഈ തലപ്പാവ് ഇൽമിന്റേതല്ല, ഇത് തഖ്വയുടേതല്ല. മുതഅല്ലിമീങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് പച്ചപ്പാവം മുതഅല്ലിമീങ്ങളെ ദർസിലിരുത്തിയിട്ട് 5 നേരം അന്നം കൊടുക്കുന്ന കൂറ് കാണിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾ അവര് മാത്രമാണെന്ന് പറയുന്ന ഈ അബദ്ധങ്ങൾ ലോകത്തിന് വിളിച്ചു പറയല്ലേ. അങ്ങനെയാണെങ്കിൽ കിണറ്റിൽ കിടക്കുന്ന തവളയായി മാറും. ലോകത്ത് കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. കോടിക്കണക്കിന് ആളുകൾ, അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തികൾ, എത്രയെത്ര രാജ്യക്കാർ, ഏതെല്ലാം മദ്ഹബുകാർ, അതൊക്കെ ഉണ്ടായിരിക്കെ ഞങ്ങളല്ലാത്തവരോട് ഞങ്ങൾ സലാം പറയൂല. ഞങ്ങളെ പാർട്ടിയിൽ മരിച്ച ആളാണെങ്കിൽ മാത്രമേ ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആരോടാ നിങ്ങൾ കളിക്കുന്നത്? ഏത് ഇൽമ വെച്ചാണ് നിങ്ങൾ തോന്നിവാസം ചെയ്യുന്നത്? ഉമ്മത്തിനെ കീറി മുറിക്കല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. വർഷങ്ങൾ കുറേയായി ശൈഥില്യം തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി മഹല്ലുകൾ തേങ്ങുകയാണ്, മഹല്ല് കമ്മിറ്റിക്കാർ തേങ്ങുകയാണ്, മഹല്ല് കമ്മിറ്റിക്കാർ കരച്ചിലിൽ. എന്തിന്? ഭൂരിപക്ഷമുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ കഴിയുന്ന നാട്ടിൽ 4 ആളുകൾ കടന്നു വന്ന് അവിടുത്തെ ജനറൽ ബോഡി നടക്കുമ്പോൾ പ്രശ്നം, ഒച്ചപ്പാട്, ബഹളം, ഞങ്ങൾ കൊണ്ടുവന്നത് പാസാക്കണം, ഞങ്ങൾക്ക് ഭരിക്കണമെന്ന് പറഞ്ഞ്. എന്തിനു മുഅ്മിനെ? ദുന്യാവിന്റെ അധികാരമാണെങ്കിൽ എന്തെങ്കിലും എച്ചിലുകൾ കിട്ടുമെന്ന് വിചാരിക്കാം. അള്ളാന്റെ പള്ളിക്കും മദ്രസക്കും വേണ്ടി ഇത് ചെയ്യാൻ പാടുണ്ടോ? സമാധാനത്തോടെ നടക്കുന്ന നാടുകളിൽ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. എന്തിനാണിത്? മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറ, ഒരു കാലത്തിന്റെ യുഗപുരുഷൻ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ബിദ്അത്തിനെതിരെ പടപൊരുതി ഈ ഉമ്മത്തിനെ നേർവഴിയിൽ നിർത്താൻ കടന്നു വന്ന 40 കൊല്ലം ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃസ്ഥാനത്തിരുന്ന ശംസുൽ ഉലമ മഹാനവറുകളും മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഒരു കറാഹത്ത് പോലും ചെയ്തതായിട്ട് കൂടെയുള്ള ആളുകൾക്ക് അറിയാത്ത മഅസൂമെന്ന് നമ്മൾ ഒരാളെ പറ്റിയും പറയില്ല. അഷ്റഫുൽ ഖൽഖല്ലാതെ മഅസൂമില്ല. അങ്ങനത്തെ മഹാന്മാർ അവരൊക്കെ ജീവിച്ച പന്താവിനോട് വെല്ലുവിളിച്ചിട്ട് അവരൊക്കെ തെറ്റുകളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും അല്ലാഹുവിനും അവന്റെ റസൂലിന്റെ സുന്നത്തായ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ ആവേശം പോരെന്ന് പറഞ്ഞു നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കരുത്. ദയവ് ചെയ്ത് കൊച്ചുമക്കളുടെ മനസ്സിലേക്ക് വിഷം കൊടുക്കല്ലേ. കണ്ടാൽ സലാം പറയാത്ത മുതഅല്ലിമീങ്ങളെ കണ്ടപ്പോഴാണ് വേദന തോന്നിയത്. ഉംറക്ക് കൊണ്ടുപോകുന്ന ഉസ്താദുമാർ, ഉംറക്ക് കൊണ്ടുപോകുന്നവർ എയർപോർട്ടിൽ വെച്ച് കാണുന്നു, സലാം പറയുമ്പോ ഒന്ന് ചിരിക്കുക പോകട്ടെ, സലാമിന് മറുപടി പോലും പറയാതെ തലപ്പാവ് ധരിച്ച മലയാളി മുസ്ലിയാക്കന്മാർ നടക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്താണ് കൽബിനുള്ളിൽ കിടക്കുന്ന വിഷമെന്ന്. വേദന കൊണ്ട് പറയുകയാണ്, വേദന കൊണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ആലിമീങ്ങളെങ്കിൽ
ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശമെന്ന മേൽക്കൂരക്ക് താഴെ ഭൂമിയിൽ കിടക്കുന്ന ഏറ്റവും ശപിക്കപ്പെട്ടവർ എന്റെ ഉമ്മത്തിലെ ആലിമീങ്ങളാവുന്ന കാലമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞ കാലത്തേക്ക് നമ്മൾ എത്തുകയാണോ എന്ന് ഗൗരവത്തോടെ പേടിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുക, അഷ്റഫുൽ ഖൽഖിനെ അനുസരിക്കുക, ഉമ്മത്തിന്റെ ആധാറുകളെ അംഗീകരിക്കുക, ഉലമാഇനെ അംഗീകരിക്കുക. സമൂഹത്തിന്റെ നന്മയാണ്, ഈ ഉമ്മത്തിന്റെ വഹ്ദത്താണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കാളും ഈ ഉമ്മത്തിന്റെ ഒരുമയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പള്ളിയെക്കാളും വലുതെന്ന് മനസ്സിലാക്കണം. വലുത് ഒരുമയാണ്, വഹ്ദത്താണ്. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകം ചെയ്യുന്നതിനേക്കാളും ഗൗരവമാണ് ഫിത്നയുണ്ടാക്കുന്നത്. ദയവ് കൊണ്ട് ചെയ്യല്ലേ, ദയവ് ചെയ്ത് പറയുന്നു, അള്ളാഹുവിനെ വിചാരിച്ച് തൗബ ചെയ്ത് മടങ്ങിക്കോ. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ മാത്രമാണ് സത്യമെന്ന് നിന്നെ ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുണ്ടല്ലോ നിങ്ങൾക്ക്, ആലോചിച്ച് പഠിക്കുക എവിടെയാണ് സത്യമെന്ന്. വെറുതെ അന്ധമായിട്ട് നടക്കണ്ട. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളോട് വെറുപ്പുണ്ടായിട്ട് മുഅ്മിനീങ്ങളോട് സലാം പറയാതെ, സലാം പറയുന്ന മുഅ്മിനീങ്ങളോട് സലാം മടക്കാതെ, ഒരു ജമാഅത്ത് നടക്കുമ്പോൾ വേറെ ജമാഅത്ത് നടത്തി, ഒരു നാട്ടിലെ ജുമുഅയെ പൊളിക്കാൻ വേറൊരു ജുമുഅത്ത് പള്ളി തൊട്ടു മുമ്പിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കി, ഈ ചെയ്യുന്ന പണികൾ ഈ ഉമ്മത്തിന് അള്ളാഹു അനുവദിക്കാത്തതാണ്, അള്ളാന്റെ റസൂൽ അംഗീകരിക്കാത്തതാണ്, ഈ ദീനിന്റെ ഒരു പ്രമാണവും അംഗീകരിക്കാത്തതാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മൾ ഇങ്ങനെ മത്സരിക്കല്ലേ. ആസാമിലേക്ക് വാ, വെസ്റ്റ് ബംഗാളിലേക്ക് വാ, ദാറുൽ ഹുദയുടെ പ്രഗത്ഭരായ മക്കൾ അവിടെ ചെന്നിട്ട് മദ്രസയും ദീനീ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഓല ഷെഡ് പോലുമില്ലാത്ത പള്ളികൾ, നമുക്കവിടെ പള്ളികൾ ആവശ്യമുണ്ട്, മദ്രസകൾ ആവശ്യമുണ്ട്. ഇവിടെ കിടന്ന് തമ്മിൽ തല്ലാനല്ല ഇത് ഉപയോഗിക്കേണ്ടത്. ആവശ്യമുള്ള ഇടങ്ങൾ കൊണ്ടുപോയി കൊടുക്ക്. അള്ളാഹുവിന് വേണ്ടി അല്ലാഹു അക്ബർ, നീയാണ് പടച്ചവനെ ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ഒരു സൊഫിൽ നമ്മളെ കൊണ്ട് നിൽക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാ നമ്മളൊക്കെ കൊടി പിടിക്കുന്നത്? എന്തിനാ നമ്മൾ ഗീർവാണം മുഴക്കുന്നത്? നമ്മുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും? സമ്പത്തും അധികാരവും പാർട്ടിയും ജനങ്ങളും നാളെ രക്ഷപ്പെടുത്താത്തൊരു നേരമുണ്ട്, അറിയണം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖറയില്ലാത്ത ഖൽബുമായി വന്നവരല്ലാതെ, കറകളഞ്ഞ ഹൃദയവുമായി വന്നവരല്ലാതെ നാളെ രക്ഷപ്പെടില്ല എന്ന് ഖുർആൻ പറയുമ്പോ തൗബ ചെയ്യാൻ നേരമുണ്ട്, മടങ്ങാൻ നേരമുണ്ട്, പൊരുത്തപ്പെടിക്കാൻ നേരമുണ്ട്, നന്നാവാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. അല്ലാഹു ആയുസ് തന്നെങ്കിൽ. അതുകൊണ്ട് മുഅ്മിനെ റബ്ബിനെ ഭയപ്പെടുക. ഊസീകും വഇയ്യായ ബിതഖ്വല്ലാഹ്, ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളോടും തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഈ ഉമ്മത്തിൽ ഫിത്നകളില്ലാതെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സജ്ജനങ്ങളായി ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലാഹു നമുക്കുണ്ടാക്കി തരട്ടെ. അല്ലാഹു ഉമ്മത്തിന് വഹ്ദത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.